അമേരിക്കൻ പ്രസിഡന്റ് ഒടുവിൽ ആ രഹസ്യം പരസ്യമായിട്ട് സമ്മതിച്ചിരിക്കുകയാണ്. ഇറാന്റെ തകർന്ന ആണവ നിലയങ്ങളിലെ യുറേനിയം അമേരിക്കയ്ക്ക് വേണമെന്നാണ് ട്രംപിന്റെ പുതിയ വാശി. എന്നാൽ ഇതിന് പിന്നിൽ ആണവായുധ ഭീഷണിയല്ല, മറിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ ജയം കാണിക്കാനുള്ള വെറും ഒരു PR സ്റ്റണ്ട് മാത്രമാണെന്ന് ട്രംപ് തുറന്നു പറയുമ്പോൾ പ്രതിസന്ധിയിലാകുന്നത് ഇസ്രയേലാണ്. എന്താണ് ഇറാന്റെ ആണവ ധൂളിക്ക് പിന്നിലെ ഈ ഒരു വലിയ അന്താരാഷ്ട്ര കളി? ഇത്രയും കാലം ലോക സമാധാനത്തിന് വേണ്ടിയെന്ന് പറഞ്ഞ് US നടത്തിയ യുദ്ധങ്ങൾക്ക് പിന്നിൽ വെറും ഒരു രാഷ്ട്രീയ നാടകവും PR തന്ത്രവും മാത്രമായിരുന്നു എന്നതാണ് ചോദ്യം. ട്രംപിന്റെ ഈ ഒരു മലക്കം മറിച്ചിലിന് പിന്നിലെ രഹസ്യം എന്താണ്? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും പുതിയ വെളിപ്പെടുത്തലുകൾ അന്താരാഷ്ട്ര സമൂഹത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം തനിക്ക് വേണമെന്നും അത് പിടിച്ചെടുക്കുന്നത് വെറും ഒരു പബ്ലിക് റിലേഷൻ തന്ത്രമാണെന്നും ട്രംപ് തുറന്നു പറയുമ്പോൾ തകരുന്നത് ഒരു പരമാധികാരത്തിന്റെ രാഷ്ട്രത്തിന്റെ നിലനിൽപ്പാണ്. 2025 ജൂണിൽ ഇറാന്റെ 3 പ്രധാന ആണവ കേന്ദ്രങ്ങളിൽ ബോംബാക്രമണം നടത്താൻ ഉത്തരവിട്ട ട്രംപ് ഇപ്പോൾ ആ രാജ്യത്തിന്റെ ആസ്തികൾ കൈക്കലാക്കാൻ നടത്തുന്ന നീക്കങ്ങൾ ആധുനിക കാലത്തെ ഏറ്റവും വലിയ സാമ്രാജ്യത്വ അധിനിവേശമായിട്ട് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. ഇറാൻ ഒരിക്കലും യുറേനിയം സമ്പുഷ്ടീകരിക്കരുത്, അവരുടെ ആണവ പദ്ധതി പൂർണ്ണമായിട്ട് നിർത്തലാക്കണം എന്നതായിരുന്നു ട്രംപിന്റെ ഇസ്രയേലിന്റെയും പ്രധാന ആവശ്യമെന്ന് പറയുന്നത്. എന്നാൽ കഴിഞ്ഞ വർഷത്തെ, അതായത് 2025 ജൂൺ ബോംബാക്രമണത്തിൽ തകർന്നടിഞ്ഞ ഫാർദോ അടക്കമുള്ള ആണവ നിലയങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഏകദേശം 440 കിലോഗ്രാം സമ്പുഷ്ടീകരിച്ച യുറേനിയം ട്രംപ് ആണവ ധൂളി എന്നാണ് വിളിക്കുന്നത്. അതായത് ആ ഒരു യുറേനിയം അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പോൾ ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതി 20 വർഷത്തേക്ക് താൽക്കാലികമായിട്ട് നിർത്തിവെച്ചാൽ അത് അംഗീകരിക്കാൻ തയ്യാറാണെന്ന് ട്രംപ് വ്യക്തമാക്കി. ഇറാന്റെ ആണവ പദ്ധതി പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കണമെന്ന മുൻ നിലപാടിൽ നിന്നുള്ള US-ന്റെ വലിയൊരു പിന്മാറ്റമാണിത്. താൽക്കാലിക നിർത്തിവെക്കൽ ഫോർമുല അംഗീകരിക്കാൻ താല്പര്യം കാണിക്കുമ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇതിനെ ശക്തമായിട്ട് എതിർക്കുകയാണ്. ഇറാന്റെ പക്കലുള്ള അവസാന യുറേനിയം തരിയും രാജ്യത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാതെ യുദ്ധം അവസാനിച്ചതായി പ്രഖ്യാപിക്കാനാകില്ല എന്ന കടുത്ത നിലപാടിലാണ് ഇസ്രായേൽ ഉള്ളത്. ട്രംപിന്റെ ഈ ഒരു പുതിയ വിട്ടുവീഴ്ച മനോഭാവം US ഇസ്രായേൽ സഖ്യത്തിലെ ഭിന്നതയാണ് പുറത്തു കൊണ്ടുവരുന്നത്. ഇറാന്റെ പക്കൽ ഏകദേശം 440 കിലോഗ്രാം യുറേനിയം, അതായത് 60% സമ്പുഷ്ടീകരിച്ചത് ഉണ്ടെന്നാണ് അന്താരാഷ്ട്ര ആണവ ഏജൻസികൾ വ്യക്തമാക്കുന്നത്. ഇത് ബോംബ് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള 90% എത്തിക്കാൻ ഏതാനും ആഴ്ചകൾ മാത്രം മതി. കഴിഞ്ഞ വർഷത്തെ ബോംബാക്രമണത്തിൽ ഈ ഒരു ആണവ സാമഗ്രികൾ നിലയങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നും അതിനെ താൻ ആണവ ധൂളി എന്നാണ് വിളിക്കുന്നത് എന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, തങ്ങളുടെ അത്യാധുനിക കൃത്രിമ ഉപഗ്രഹങ്ങൾ വഴി ഈ ഒരു പ്രദേശം അമേരിക്ക നിരീക്ഷിക്കുന്നുണ്ട് എന്നും ആരെങ്കിലും ഈ ഒരു യുറേനിയം മാറ്റാൻ നോക്കിയാൽ അവിടെയിട്ട് തന്നെ ബോംബെറിഞ്ഞ് തകർക്കുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ലോക സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഇറാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചതെന്ന് പറഞ്ഞ അമേരിക്ക ഒടുവിൽ സ്വന്തം രാഷ്ട്രീയ നേട്ടത്തിന് ഇതിനെ ഉപയോഗിക്കുന്നത് എന്ന് ട്രംപിന്റെ വാക്കുകളിലൂടെ വ്യക്തമാകുന്നുണ്ട്. അതായത് ട്രംപിന്റെ പഴയ നിലപാട് ഇങ്ങനെയാണ്: ഇറാൻ ഒരിക്കലും ആണവ പദ്ധതികൾ നടത്തരുത്, അത് പൂർണ്ണമായിട്ട് നിരോധിക്കണമെന്നായിരുന്നു അന്ന് അമേരിക്ക പറഞ്ഞത്. എന്നാൽ പുതിയ വിട്ടുവീഴ്ച ഇങ്ങനെയാണ്. ചൈനീസ് പ്രസിഡന്റ് ഷെങ് ജിങ് പിങ്ങുമായിട്ട് നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് ട്രംപിന്റെ നിലപാട് മാറുന്നത്. ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികൾ 20 വർഷത്തേക്ക് താൽക്കാലികമായിട്ട് നിർത്തിവെച്ചാൽ താൻ അത് അംഗീകരിക്കാൻ തയ്യാറാണെന്ന് ട്രംപ് എയർഫോഴ്സ് 1-ൽ വെച്ച് പറയുകയാണ് ചെയ്തത്. ഇറാന്റെ സമ്പദ് വ്യവസ്ഥയും ഭരണ സംവിധാനവും തകർന്നടിഞ്ഞെന്നും തങ്ങൾ പിന്മാറിയാൽ പോലും പഴയ അവസ്ഥയിലേക്ക് തിരികെ എത്താൻ അവർക്ക് 20 വർഷം വേണ്ടി വരുമെന്നുമാണ് ട്രംപിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ സത്യത്തിൽ അതല്ല അവസ്ഥ. ട്രംപിന്റെ ആയുധങ്ങൾ ഏറ്റവും കൂടുതൽ കേടുപാടുകൾ സംഭവിച്ചതും അവരുടെ എയർബേസുകളിലേക്കുണ്ടായ ആക്രമണം മൂലവും അതൊക്കെ ഇനി വീണ്ടും അത് പണിതെടുക്കണമെങ്കിൽ വർഷങ്ങൾ വേണ്ടി വരുമെന്ന് അമേരിക്കയുടെ രഹസ്യാന്വേഷണ കേന്ദ്രങ്ങൾ തന്നെ ഈ ട്രംപിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിനിടയിലാണ് ട്രംപ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. എന്തായാലും അമേരിക്കയുടെ വിദേശ നയം എക്കാലത്തും സ്വയം പ്രഖ്യാപിത നീതിയുടെ പുറന്തോടിനുള്ളിലായിരുന്നു. എന്നാൽ ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് നടത്തിയ പരാമർശങ്ങൾ ആ മുഖംമൂടി അഴിച്ചു മാറ്റുന്നതാണ്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കപ്പെട്ടു എന്ന് അവകാശപ്പെടുമ്പോഴും അവിടെയുള്ള യുറേനിയത്തിനായിട്ട് അമേരിക്ക ദാഹിക്കുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യമാണ് ലോകരാജ്യങ്ങൾ ചോദിക്കുന്നത്. ഇത് കേവലം ഒരു സുരക്ഷാ പ്രശ്നമല്ല, മറിച്ച് ഒരു ജനതയെ മുട്ടുകുത്തിക്കാനുള്ള രാഷ്ട്രീയ വേട്ടയാടലാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായിട്ട് ചേർന്ന് ട്രംപ് നടത്തുന്ന ഈ ഒരു നീക്കങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് എന്നാണ് പറയുന്നത്. യുദ്ധം അവസാനിച്ചിട്ടില്ല എന്നും ഇറാന്റെ പക്കലുള്ള
ആണവ വസ്തുക്കൾ പുറത്തെടുക്കണമെന്നും നെതന്യാഹു വാദിക്കുമ്പോൾ അത് മറ്റൊരു വലിയ യുദ്ധത്തിനുള്ള വിത്താണ് പാകുന്നത്. 2015 ബറാക് ഒബാമയുടെ നേതൃത്വത്തിൽ ഒപ്പിട്ട ആണവ കരാറിൽ നിന്ന് ഏകപക്ഷീയമായിട്ട് പിന്മാറിയത് ട്രംപ് ആയിരുന്നു. സമാധാനപരമായിട്ടുള്ള ആണവ ഗവേഷണങ്ങൾക്ക് അനുമതി നൽകിയിരുന്ന ആ കരാർ ലംഘിക്കപ്പെട്ടതോടെയാണ് ഇറാൻ തങ്ങളുടെ പ്രതിരോധം ശക്തമാക്കിയത്. അമേരിക്ക ഏർപ്പെടുത്തിയ ക്രൂരമായിട്ടുള്ള ഉപരോധങ്ങളെ അതിജീവിച്ചാണ് ഇറാൻ ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ മുന്നേറിയത്. ഇന്ന് അമേരിക്ക ഭയപ്പെടുന്നത് ഇറാന്റെ ആണവ ബോംബിനെയല്ല, മറിച്ച് ആ രാജ്യം നേടിയെടുത്ത സ്വയം പര്യാപ്തതയെ കൂടിയാണ്. തങ്ങളുടെ അധീനതയിലില്ലാത്ത ഒരു കരുത്തുറ്റ ശക്തി പശ്ചിമേഷ്യയിൽ വളരുന്നത് വാഷിംഗ്ടണിന് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. അതുകൊണ്ടാണ് ഐക്യരാഷ്ട്രസഭയുടെ പരിശോധനകൾ പോലും സ്ഥിരീകരിക്കാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് ഇറാനെ ആക്രമിക്കാൻ ട്രംപ് തുനിയുന്നത്. എന്തായാലും ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം എവിടെയാണെന്ന് ലോകത്തിന് ഇപ്പോഴും അറിയില്ല. പർവ്വതങ്ങൾ തുറന്ന് നിർമ്മിച്ച അതിശക്തമായിട്ടുള്ള ഭൂഗർഭ അറകളിൽ ഇറാൻ തങ്ങളുടെ ആണവ രഹസ്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അമേരിക്കൻ ഇന്റലിജൻസിന് പോലും എത്തിപ്പിടിക്കാനാവാത്ത വിധം സുരക്ഷിതമാണ്. 2025 ബോംബാക്രമണത്തിൽ ആണവ കേന്ദ്രങ്ങൾ നശിപ്പിക്കപ്പെട്ടു എന്ന ട്രംപിന്റെ അവകാശവാദം വെറും പൊള്ളയാണെന്നാണ് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഇല്ലാതെയും അന്താരാഷ്ട്ര നിയമങ്ങളെ കാറ്റിൽ പറത്തി നടത്തുന്ന ഇത്തരം പ്രസ്താവനകൾ ലോകത്തെ മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് തള്ളിവിടുമോ എന്ന ഭീതിയിലാണ് ജനം. എന്തായാലും ഈ ഒരു സംഘർഷത്തിന്റെ പ്രത്യാഘാതം പശ്ചിമേഷ്യയിൽ മാത്രം ഒതുങ്ങുന്നില്ല. യുദ്ധഭീതി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ആഗോള വിപണിയിൽ പെട്രോൾ വില, ഡീസൽ വിലകൾ കുതിച്ചുയരുകയാണ്. ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ ഇന്ധനവിലയുണ്ടായ വർധനവ് സാധാരണക്കാരന്റെ നട്ടലൊടിക്കും. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള എണ്ണക്കടത്തിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇറാനെ സമ്മർദ്ദത്തിലാക്കാനാണ് അമേരിക്കയുടെ ശ്രമം. എന്നാൽ ഈ നീക്കം ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കുമെന്ന് ട്രംപ് ഭരണകൂടം തിരിച്ചറിയുന്നില്ല. ഒരു വശത്ത് ഇന്ധനവില വർദ്ധിപ്പിച്ച് ലാഭം കൊയ്യുന്ന കോർപ്പറേറ്റുകളും മറുവശത്ത് യുദ്ധം ചെയ്ത് അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയക്കാരും ചേർന്ന് ലോകത്തെ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് നയിക്കുകയാണ്. ഇറാന്റെ പരമാധികാരത്തിന് മേലുള്ള ഈ ഒരു കടന്നുകയറ്റം അവസാനിപ്പിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാനും അവരുടെ ശാസ്ത്രീയ പുരോഗതിയെ ബോംബിട്ട് തകർക്കാനും മറ്റൊരു രാജ്യത്തിന് അവകാശമില്ല. ട്രംപിന്റെ പബ്ലിക് റിലേഷൻസ് തന്ത്രങ്ങൾക്കായിട്ട് ബലി കൊടുക്കപ്പെടുന്നത് നിരപരാധികളായിട്ടുള്ള മനുഷ്യരുടെ ജീവനും ഒരു രാജ്യത്തിന്റെ സമാധാനവുമാണ്. ലോകരാജ്യങ്ങൾ ഈ ഒരു അനീതിക്കെതിരെ ഒന്നിക്കണം. ഇറാൻ ഉയർത്തുന്ന ചെറുത്തുനിൽപ്പ് കേവലം ഒരു രാജ്യത്തിന്റെ പോരാട്ടമല്ല, മറിച്ച് സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെയുള്ള ലോകത്തിന്റെ തന്നെ ശബ്ദമാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ നീക്കങ്ങൾ നടക്കുമ്പോൾ ഒന്നുകൂടി ചിന്തിക്കേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന് മേൽ കണ്ണുവെക്കുന്നത് വലിയ രീതിയിലുള്ള നീക്കുപോക്കലുകൾക്കാണ്. എന്നിരുന്നാലും അബ്ബാസ് അരാക്ചി പറയുന്നതനുസരിച്ച് അമേരിക്ക ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അമേരിക്ക ഏത് നിലപാടെടുത്താലും അതിൽ ഉറച്ചു നിന്ന് വിശ്വസിക്കാൻ അത്ര മണ്ടരല്ല എന്നും പറയുന്നുണ്ട്. കാരണം അമേരിക്ക ഇതുവരെ ചെയ്തു വെച്ച ഓരോ കാര്യങ്ങൾ തന്നെയാണ്. എന്തായാലും ഷി ജിൻപിങ്ങുമായിട്ട് ഉള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത്തരം പ്രസ്താവനകൾ ഇറക്കുന്നത്. എന്തായാലും യുറേനിയം വേണം എന്നുള്ള അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അധികാരമോഹൻ മാത്രമല്ല, ഈ സമ്പദ് വ്യവസ്ഥയും അതായത് എണ്ണപ്പാടങ്ങൾ തട്ടിയെടുത്തുകൊണ്ട് വലിയ രീതിയിലുള്ള ലാഭം കൊയ്യാൻ ഒരുങ്ങുന്ന അമേരിക്കയുടെ അല്ലെങ്കിൽ ട്രംപിന്റെ മറ്റൊരു മുഖം കൂടിയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്തായാലും ഏത് തീരുമാനമെടുത്താലും അമേരിക്ക വിശ്വസിക്കുക എന്നുള്ള കാര്യം പണ്ടേ ഇറാൻ അത് വിട്ട കാര്യമാണ്. എന്തായാലും ഇപ്പോൾ വീണ്ടും ഈ ഒരു തീരുമാനമൊക്കെ അറിയിച്ച് അല്ലെങ്കിൽ യുറേനിയം വേണമെന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക വാശി പിടിക്കുമ്പോൾ അത് എത്രത്തോളം സാധ്യമാകുമെന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം എന്തും ചെയ്യാൻ സജ്ജമാണെന്നും തയ്യാറാണെന്നും പറയുമ്പോൾ യുറേനിയം എങ്ങനെ കൈക്കലാക്കുമെന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. എന്തായാലും യുറേനിയം ഉണ്ട്, കുടുങ്ങിക്കിടപ്പുണ്ട് എന്നൊക്കെ ട്രംപ് അവകാശപ്പെടുമ്പോഴും അതെവിടെയാണെന്ന് ഇതുവരെ ട്രംപിന് കണ്ടെത്താൻ കഴിയാത്തത് വലിയ രീതിയിലുള്ള വെല്ലുവിളി കൂടിയാണ്. എന്തായാലും അതീവ സുരക്ഷാ കേന്ദ്രങ്ങളിലേക്ക് യുറേനിയം അവരുടെ ആണവ കാര്യങ്ങളും എല്ലാം മാറ്റുമ്പോൾ അതിനോടൊപ്പം തന്നെ ഇറാൻ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ ദേശത്ത് ഏതെങ്കിലും തരത്തിൽ കാലുകുത്തിയാലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡ്രോണുകളോ വിമാനങ്ങളോ മറ്റു പറന്നു വന്നാലോ അതിനെ തീർത്തും നശിപ്പിച്ചു കളയുമെന്നാണ്. എന്തായാലും ഇങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ ഈ ഒരു യുദ്ധം വീണ്ടും അതികഠിനമായിട്ട് മുന്നോട്ട് പോകും. പിന്നീട് കാണാൻ പോകുന്നത് വലിയൊരു മഹായുദ്ധമായിരിക്കും.